الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് രഹസ്യവും പരസ്യവുമായ തിന്മകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസിയായി മുത്തഖിയായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 കടക്കുകയാണ് ഇന്നത്തെ ഖുറൂബോടുകൂടി, അസ്തമയത്തോടുകൂടി. ഇനിയുള്ള നാളുകൾ ഇതുവരെയുണ്ടായിരുന്ന റമദാനിലെ രാപ്പകലുകളെക്കാളും പുണ്യമുള്ളതും ഏറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ളതുമായ ദിവസങ്ങളാണ്. ആ ഭാഗ്യം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളോ നമ്മൾ നൽകിയ ദാനധർമ്മങ്ങളോ നമ്മുടെ മറ്റെന്തെങ്കിലും ഗുണഗണങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ സ്വർഗത്തിനോളം പോകുന്നതല്ല. അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ, പരലോകത്തെ രക്ഷ ലഭിക്കാൻ മാത്രം അമലുകളൊന്നും ചെയ്തവരല്ല നമ്മളാരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാപ്പും അള്ളാഹുവിങ്കൽ നിന്നുള്ള റഹ്മത്തും മാത്രമാണ് നമുക്ക് അവലംബമായിട്ടുള്ളത്. ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട്, സഹാബിമാരോട് വിളിച്ചു പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. നിങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം, നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത്
കഠിനാധ്വാനം ചെയ്താൽ പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അമലുകൾ കൊണ്ട്, നിങ്ങൾ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് രക്ഷ നേടാൻ കഴിയണം എന്നില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നബി വിളിച്ചു പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബിയെ വല അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളെക്കാളെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന താങ്കൾക്കും അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, വല അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് സ്വർഗത്തിന് അർഹനാവാൻ എനിക്കും കഴിയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിൻ്റെ പുറത്ത് വേറെ കിട്ടിയിട്ട് വേണം എന്ന്. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് എന്നെ അള്ളാഹു തആല മൂടിപ്പുതക്കണം. എൻ്റെ അമലിന് പകരം, കൊടുത്ത വിലക്ക് പകരം സ്വർഗത്തിന് നേടാനുള്ള അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. രാത്രി സമയത്ത് കാലുകൾ നീരുകെട്ടി വീർക്കുവോളം നമസ്കരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ചോദിച്ചു, നബിയെ, നിങ്ങളൊക്കെ പ്രവാചകനല്ലേ താങ്കൾ? കഴിഞ്ഞ പാപങ്ങളുമെല്ലാം പൊറുക്കപ്പെട്ട, ഇനി പാപം ചെയ്യാൻ സാധ്യതയില്ലാത്ത വിശുദ്ധരിൽ വിശുദ്ധരായ താങ്കൾ ഇങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഈ വാർദ്ധക്യകാലത്ത് നീര് വരുവോളം നിന്ന് നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി പറയുന്നത്, അഫല അക്കൂനു അബ്ദൻ ശകൂറ, ആയിഷ, നന്ദിയുള്ള അടിമയായി തീരാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രവാചകന് പോലും കാലിന്മേൽ നീരുകെട്ടി വീർത്ത് നമസ്കരിച്ചിട്ടും, അത്ര ദീർഘമായി നമസ്കരിച്ചിട്ടും അള്ളാഹുവിന് നന്ദി ചെയ്തോ എന്ന് ഉറപ്പ് കിട്ടിയിരുന്നില്ല എന്നാണ് സഹോദരങ്ങളെ. അപ്പോൾ നമുക്കിനി വേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മാപ്പും റഹ്മത്തുമാണ്. എപ്പോഴാണ് മാപ്പ് ചെയ്യൽ? തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാവുകയും ആ തെറ്റിൻ്റെ ശിക്ഷ സഹിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോഴാണ് മാപ്പിനപേക്ഷിക്കൽ. നമ്മൾ അള്ളാഹുവിനോട് മാപ്പിനപേക്ഷിക്കേണ്ട സന്ദർഭമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇത്രമാത്രം പുണ്യമുള്ള അവസാനത്തെ 10 വരുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, മാപ്പ് തരണം, ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതം നിന്റെ പ്രീതിക്ക് മാത്രം ആയിട്ടില്ല, നിന്റെ ശിക്ഷ സഹിക്കാനിട്ട് കഴിയുകയുമില്ല എനിക്ക്, അതുകൊണ്ട് മാപ്പ് തരണം, മാപ്പ് തരണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നിന്റെ അടിമകളോട് കൂടുതൽ മാപ്പ് ചെയ്യുന്നവരാണല്ലോ നീ, അതുകൊണ്ട് എനിക്കും മാപ്പ് തരണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആയിഷ എന്നാണ് നബി ഭാര്യയെ പഠിപ്പിച്ചത്. അത് നമുക്കുമുള്ള പാഠമാണ്. ഈ പ്രാർത്ഥന ചെല്ലേണ്ടതാണ് ഈ അവസാനത്തെ 10 വിശേഷിച്ചും. അതുകൊണ്ട് സഹോദരന്മാരെ, അവസാനത്തെ 10 നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ അസ്തമനത്തോടുകൂടി, ഇന്ന് മഗ്‌രിബാകുന്നതോടുകൂടി പുതിയ ആ ഒരു ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഞാൻ ആ ഖുർആൻ ഇറക്കി തന്നത് ഒരു ഖദറിന്റെ രാത്രിയിലാണ്. ഖദർ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ഒരു അനുഗ്രഹീതമായ രാത്രിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചത്. അത് ഖദറിന്റെ രാത്രി എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുകയും ചെയ്തു. രണ്ടർത്ഥത്തിൽ ഇവിടെ ഖദറുണ്ട്. ഒന്ന്, അനുഗ്രഹീതമായ ഖദർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, മഹത്വമുള്ള രാത്രിയാണ് എന്നും, അതോടൊപ്പം എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച, മനുഷ്യന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞ എല്ലാ നന്മ തിന്മകളും തീരുമാനിക്കുകയും മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന നന്മകളുടെയും തിന്മകളുടെയും അളവുകൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ദിവസമാണത്.
ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഈ ഒരു ഖദറിന്റെ മഹത്തായ രാത്രിയിൽ എല്ലാ ദൃഢമായ കാര്യങ്ങളും ആളുകൾക്ക് വേർതിരിച്ചു കൊടുക്കപ്പെടും എന്നൊക്കെ ഖുർആൻ സൂറത്തു ദുഖാനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാഹു തആല എന്തെല്ലാമോ ചില നിർണയങ്ങൾ നിർണയിച്ചു തരുന്ന ദിവസങ്ങളാണ് ഈ ഖദറിന്റെ രാത്രി. ഒരുപക്ഷെ ഇതുവരെ മോശമായി ജീവിച്ചിരുന്ന നമ്മൾ റമദാനിൽ കൂടുതൽ പ്രാർത്ഥന നടത്തി, കൂടുതൽ സൽക്കർമ്മങ്ങൾ നടത്തി, കൂടുതൽ ദാനധർമ്മങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ രേഖയിൽ അല്ലാഹു തആല മാറ്റം വരുത്തിയതായിരിക്കാം ആ ഖദർ നിർണയിക്കുന്നത്. മാറ്റി എഴുതുന്നതോ മാറ്റി നിർണയിക്കുന്നതോ ആയിരിക്കാം ലൈലത്തുൽ ഖദർ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വന്ന് ഈ റമദാനോടുകൂടി മാറ്റത്തിരുത്തലുകളുള്ള ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം ഈ ഖദറിന്റെ രാത്രി. നാം ഈ ഖദറിന്റെ രാത്രി ആ ആദരവോടുകൂടി തന്നെ നാം കാണണം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അവരാണല്ലോ നബിയുടെ രഹസ്യ ജീവിതമടക്കം കിടപ്പറയിലെ ജീവിതമടക്കം അറിയുന്ന ഭാര്യ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. ഈ അവസാനത്തെ 10 മറ്റുള്ള ദിവസങ്ങളിൽ അധ്വാനിക്കാത്തയത്ര പ്രാർത്ഥനകളും ഇബാദത്തും അധ്വാനവും നടത്തിയിരുന്നു നബി ഈ അവസാനത്തെ 10. അവർക്കാണ് അറിയുക നേരം പുലരുവോളം പ്രാർത്ഥനയിലും നമസ്കാരത്തിലും മുഴുകിയ പ്രവാചകന്റെ രാത്രി ജീവിതത്തെ പറ്റി. അതാണ് ഈ രാത്രിയിൽ നബി മറ്റു ദിവസത്തെക്കാളും കൂടുതൽ അധ്വാനിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളോട് പറഞ്ഞു, ഇദാ ദഖലൽ അശ്ർ, ഈ ഒരു അവസാനത്തെ 10 ദിവസങ്ങൾ ആയിക്കഴിഞ്ഞാൽ അഹിയൽ ലൈല, നബി രാത്രിയെ ജീവിപ്പിക്കുന്നതാണ്. രാത്രി ഉറങ്ങിക്കിടന്ന് നിശ്ചലമാവുകയില്ല, ജീവനോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരുപാട് പ്രാർത്ഥനകളിലും ദിക്റുകളിലും അതുപോലെ ഖുർആൻ പാരായണത്തിലും അതുപോലെ നമസ്കാരത്തിലും നബി കഴിച്ചുകൂട്ടും. അഹിയൽ ലൈല, രാത്രി ജീവിപ്പിക്കും. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യമാരെ വിളിച്ചുണർത്തിക്കൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകാൻ നബി കൽപ്പിക്കും. വജദ്ദ, കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിക്കും. വശദ്ദൽ മിഅ്സർ, നബി പ്രത്യേകമായി മുണ്ട് മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവിടുത്തെ ഭാര്യമാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹീത ദിവസങ്ങളിലാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ആ അനുഗ്രഹത്തെ മുഴുവനായി എടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും പരമാവധി ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഒന്നാമതായി ലൈലത്തുൽ ഖദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇഅ്തികാഫ് തന്നെയായിരുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഭജനമിരിക്കുക എന്നാണ്. ജുമാഅത്ത് പള്ളി ആയാൽ മതി, അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു ശ്രാമ്പ്യ ഒരു തക്യാവിലായാൽ മതി, ജുമാ ഇല്ലാത്ത പള്ളിയിലായാൽ മതി, പള്ളി ആയാൽ മതി. നമസ്കാരത്തിന് വേണ്ടി മാത്രം നിശ്ചയിച്ച പള്ളികളിൽ ഇരിക്കുക ഈ 10 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസവും അവിടെ തന്നെ ഭാര്യമാരോടുകൂടി സഹാബിമാരോടുകൂടി ഭജനം ഇരുന്നിരുന്നു. അതാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഇഅ്തികാഫ് ആവണമെങ്കിൽ നോമ്പ് വേണം എന്നില്ല. എന്നാൽ നോമ്പ് പ്രത്യേകമായ സുന്നത്താണ്, പ്രത്യേകമായ പ്രാധാന്യം. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നോമ്പോടുകൂടി ഇരിക്കുക എന്നതാണ് കൂടുതൽ പ്രത്യേകത. ഇനി 10 ദിവസം ഇരിക്കണമെന്നില്ല, കുറഞ്ഞ നേരമായിരുന്നാലും പഴയ പള്ളികളിലൊക്കെ നമുക്ക് കാണാം നവൈതു അൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് എന്ന് എഴുതി വച്ചിരിക്കും. കാരണവന്മാര്, പണ്ടുള്ള ആളുകൾ എന്താണ്, പള്ളിയിൽ കയറി കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു നെയ്യത്തോടുകൂടി നാം ഇരിക്കുകയാണെങ്കിൽ അത് ഇഅ്തികാഫാണ്. കുറച്ചു നേരമായാലും മതി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ ഇരിക്കുക, വുളു എടുക്കുക. ഏത് സമയത്തും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക. ഒരാളെ കാത്തിരിക്കുകയാണ്, ആയിക്കോട്ടെ, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, ഒരാളെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പുറപ്പെടാനുണ്ട്, എവിടേക്കോ പുറപ്പെടാനുള്ളത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അത് മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിനായാൽ മതി. നല്ല ഉദ്ദേശത്തോടുകൂടി
അള്ളാഹുവിന് വേണ്ടി ആ പള്ളിയിൽ പള്ളിയിലിരിക്കുക ആരാധനാകർമ്മങ്ങളോടുകൂടി നല്ല കാര്യങ്ങൾ ചെല്ലുക, അത്യാവശ്യമായ നല്ല കാര്യങ്ങൾ സംസാരിക്കാം, ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാം. അതൊന്നും ഇഅ്തികാഫിനെതിരല്ല. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഏതായിരുന്നാലും പുറത്തിറങ്ങണമല്ലോ. എന്നാൽ വളരെ അത്യാവശ്യമായി വീട്ടിലാരുമില്ല, ഭക്ഷണം തരാൻ ആരുമില്ല, എന്നാൽ പള്ളിയിൽ നമ്മൾ ഇഅ്തികാഫ് ഇരിക്കുകയുമാണ്, എന്ത് ചെയ്യണം? അപ്പൊ എന്നാ ഇഅ്തികാഫ് ഒഴിവാക്കണോ? വേണ്ട. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകാം അത്യാവശ്യമാണ് എങ്കിൽ. അതല്ലെങ്കിലോ ഇങ്ങോട്ട് എത്താൻ പറ്റുമെങ്കിൽ, എത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ പുണ്യം. അടിയന്തരമായ ഒരാവശ്യത്തിനു വേണ്ടി നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നു, ഒരു മരണമുണ്ട്, ജനാസ നമസ്കരിക്കണം, ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് പുറത്തു പോകാം. എന്നാൽ പള്ളിയിലാണ് അവന്റെ സ്ഥിരത. താൽക്കാലികമായി ഒന്ന് പുറത്തുപോയി വളരെ അത്യാവശ്യമായ ഒരു ഡോക്ടറെ സമീപിക്കണം, ഒരു മരുന്ന് വാങ്ങണം, പുറത്തു പോകാം. പക്ഷേ ആ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പള്ളിയിലേക്ക് വരണം. എത്ര കുറവ് സാഅത്തം മിൻ നഹാർ ഔ ലൈൽ, രാത്രിയിലോ പകലിലോ ഒരു നാഴിക നേരമാണെങ്കിലും ഇഅ്തികാഫ് തന്നെയാണ്. പള്ളിയിലായിരിക്കണം. അത് സ്രാബ്യയിലോ തന്റെ വീട്ടിലെ പള്ളിയിലോ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇഅ്തികാഫിനെ പറ്റി പറഞ്ഞിടത്ത് കർമ്മശാസ്ത്രത്തിൽ കാണാം, വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു മുറി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇഅ്തികാഫിരിക്കാം. നമസ്കരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചതായിരിക്കണം, അല്ലാതെ നമ്മൾ നിസ്കരിക്കാൻ കൂടുന്ന ഏതെങ്കിലും ഒരു മുറി, വിശാലമായ മുറി ആവരുത്. നിസ്കരിക്കാൻ വേണ്ടി ഇന്നത്തെ പല വീടുകളിലും നമസ്കാരമുറി എന്നത് സൗകര്യമുള്ള വീടുകളാണെങ്കിൽ നമസ്കാരമുറിയായിട്ട് വേറെ വെക്കാറുണ്ട്. അവിടെ നമ്മൾ വൃത്തികേടാക്കാൻ സമ്മതിക്കാറില്ല, കുട്ടികളെ വിളിച്ച് കളിക്കാൻ അവിടെ അനുവദിക്കാറില്ല, അത് പൂട്ടിയിടലാണ്. നമസ്കാരത്തിന്റെ നേരത്ത് പുരുഷന്മാരും സ്ത്രീകളും സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടാണ് പുരുഷന്മാർ പള്ളിയിലേക്ക് വരേണ്ടത്. അപ്പൊ ആ വീട്ടിൽ വെച്ച്, ആ മുറിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടും. സ്ത്രീകൾക്ക് പള്ളിയിൽ നിർബന്ധമില്ല വരണം എങ്കിൽ സ്ത്രീകൾ കുടുംബങ്ങളായി അവിടെ ജമാഅത്ത് നമസ്കരിക്കും. അങ്ങനെയുള്ള ധാരാളം വീടുകൾ ഇന്ന് കൂടുതൽ സൗകര്യമുണ്ടായപ്പോൾ നമുക്ക് കാണാം. പഴയ കാലത്തും അവർ ഹൈമകൾ കെട്ടി വീടുണ്ടാക്കിയപ്പോ നമസ്കരിക്കാൻ വേണ്ടി മാത്രം നിർണയിച്ചിരുന്നു ചില സ്ഥലങ്ങൾ. അതുമാവാം. അപ്പൊ പള്ളിയായാൽ മതി. നാം നിയ്യത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി ഇരിക്കണം. നോമ്പ് ഇല്ലെങ്കിലും ഇഅ്തികാഫിരിക്കാം. ഉളു എടുത്തുകൊണ്ടായിരിക്കണം. അഥവാ ഉളു മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉളു എടുത്തു വരാം. ഏതായിരുന്നാലും അങ്ങനെയുള്ള പള്ളിയിലായിരിക്കണം ഇഅ്തികാഫിരിക്കേണ്ടത്. ഒരുപാട് നിബന്ധനകൾ മഹാന്മാർ അതിൽ ഫിഖ്ഹിൽ പറഞ്ഞിട്ടുണ്ട്. നിർഭയത്വം ഉണ്ടായിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫിരിക്കുമ്പോൾ ഒരു നിർഭയത്വമുള്ള സ്ഥലത്തായിരിക്കണം ഇഅ്തികാഫിരിക്കേണ്ടത്. എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ അനുമതിയോടുകൂടി മാത്രമേ സ്ത്രീകൾക്ക് ഇഅ്തികാഫിരിക്കാൻ വരാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇഅ്തികാഫിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നത്. ഇഅ്തികാഫിരിക്കാൻ നമ്മൾ നിയ്യത്ത് ചെയ്ത സമയം, ആ സമയത്തിനിടയിൽ നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല. 10 ദിവസം ഇഅ്തികാഫിരുന്നു, വീട്ടിലൊന്ന് പോയി വരുമ്പോ ആ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ഇഅ്തികാഫിനെ മുറിക്കുന്നതാണ്. ഞാൻ ഇഅ്തികാഫ് മതിയാക്കുകയാണ് എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഇഅ്തികാഫിന്റെ ആ അവസാനം അത് അറ്റമായിരിക്കും. അത് കുറഞ്ഞ സമയത്താണെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പുറപ്പെടാം. ഇതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. എല്ലാവരും ഇഅ്തികാഫ് ഒരു 10 ദിവസം ഒന്നിച്ച് കാണുമ്പോൾ കുറെ ദിവസങ്ങളെങ്കിലും വേണ്ടേ എന്ന് വിചാരിക്കേണ്ടതില്ല. രാത്രി മാത്രം ഇഅ്തികാഫിരിക്കാം. നോമ്പൊക്കെ തുറന്നു വന്ന് തറാവീഹിനെ നമസ്കരിച്ച് എന്നിട്ട് സുബഹി വരെ ഇഅ്തികാഫിലാവാം. പകൽ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ പകലും രാത്രിയും കഴിയുന്ന ആളുകൾ അതാണ് കൂടുതൽ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാനുള്ള സന്നാഹങ്ങളുമായിട്ട്, വീട് അവിടെ തന്നെയാണല്ലോ, ഉറങ്ങാനുള്ള സന്നാഹങ്ങളുമായിട്ട് പള്ളിയിലേക്ക് മാറി താമസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കുളിച്ചിട്ട് തല ചീകാൻ വേണ്ടി നബി, ഒരു ഉമ്മറപ്പടിയുടെ വ്യത്യാസമേ നബിയുടെ പള്ളിയും വീടുമുള്ളൂ, ആ ഉമ്മറപ്പടിയിൽ മേൽ തല വെച്ചു കൊടുക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ മുടി ചീകി കൊടുക്കുകയും ചെയ്തിരുന്നു.
അങ്ങനെ എഴുത്തിക്കാഫിരുന്നിരുന്നു, അത്യാവശ്യത്തിന് വീട്ടിൽ കയറി തിരിച്ചു വന്നിരുന്നു എന്നൊക്കെ അവിടുത്തെ ചര്യയിൽ കാണാം. അപ്പൊ എഴുത്തിക്കാഫ് നമുക്ക് കുറഞ്ഞ സമയം, പകലും രാത്രിയും കഴിയില്ല, രാത്രി ഒറ്റയ്ക്ക് കഴിയുള്ളൂ, മതി. പകലേ കഴിയുള്ളൂ, അത് മതി. എന്നാ പകൽ കുറച്ച് സമയമേ കഴിയുള്ളൂ, അത് മതി. രാവിലെ അത്യാവശ്യം കാര്യങ്ങൾക്ക് കഴിഞ്ഞ് പള്ളിയിൽ വന്നിരുന്ന് വൈകുന്നേരം വരെ, ഇഫ്താർ വരെ എത്തിക്കാതിരിക്കാൻ പറ്റുമോ? അത് മതി. ആ നിയ്യത്തോടു കൂടിയായിരിക്കണം. ഇതാണ് അവസാനത്തെ പത്തിന്റെ പ്രധാനമായ ഒരു കാര്യം. മറ്റൊന്നുള്ളത് ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നബി കാറ്റുപോലെയായിരുന്നു പ്രവാചകന്റെ അവസാനത്തെ പത്തിൽ നബിയുടെ ദാനധർമ്മം. ഉള്ളതെല്ലാം വാരി വലിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ദാനധർമ്മത്തിൽ നബി കൂടുതൽ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തിയിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ദാനധർമ്മം നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, ധാരാളമായി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ പള്ളിയിൽ ഈ 1,00,000-ലേറെ ഉറുപ്പിക തറാവീഹിന് ശേഷം വരെ നമ്മൾ പിരിച്ചെടുക്കാറുണ്ട്. അതൊന്നും ആരെയും നിർബന്ധിച്ചിട്ടൊന്നും അല്ല. പക്ഷെ ഇനിയും നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുക്കണം. നമ്മുടെ അയൽപക്കക്കാർ, ബന്ധുക്കൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ പള്ളിയിൽ വന്ന് കടലാസ് തന്ന് യാചിക്കുകയില്ല, ഉമ്മറത്ത് വന്ന് വലത് തരണമേ എന്ന് ചോദിക്കാത്ത ഒരുപാട് മിസ്കീന്മാർ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും, ദീനിയായ കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ആരും സദഖത്തും മിമ്മാൽ, ധർമ്മം കൊടുത്തത് കൊണ്ട് ആരുടെയും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല, ആരും മെലിഞ്ഞു പോയിട്ടില്ല ധർമ്മം കൊടുത്തുകൊണ്ട്. നേരെ മറിച്ച് ധർമ്മം കൊടുത്താൽ അല്ലാഹുമ്മ അഅ്തി മുംഫികൻ ഖലഫ വഅഅ്തി മുംസികൻ തലഫ, അല്ലാഹുവേ മാമിൻ അയൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, അള്ളാഹുവിന്റെ അടിമകൾ നേരം പുലരുന്ന ഓരോ ദിവസവും ഇല്ലാവ മലക്കാനി യൻസിലാൻ മിനസ്സമാ, അല്ലാഹു തആല മുകളിൽ നിന്ന് മലക്കുകളെ ഇറക്കി അയക്കും ഭൂമിയിലേക്ക്. എന്നിട്ട് ആ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ അഅ്തി മുംഫികൻ ഖലഫ, നിന്റെ മാർഗത്തിൽ പാവങ്ങൾക്കായി, നല്ല കാര്യങ്ങൾക്കായി ദാനധർമ്മം ചെയ്യുന്നവർക്ക് നീ പകരം സമ്പത്തും പ്രതിഫലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളെ പ്രാർത്ഥനയെക്കാളും മുഖറബായ മലക്കുകളുടെ പ്രാർത്ഥന പുണ്യമുള്ളതാണല്ലോ, ഇജാബത്ത് കിട്ടുന്നതാണല്ലോ. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. അതിന്റെ മറുവശം വഅഅ്തി മുംഫികൻ ഖലഫ, ദാനധർമ്മം കൊടുക്കാൻ കഴിവുണ്ടായിട്ടും പാവങ്ങളെ സഹായിക്കാത്ത, ആവശ്യങ്ങൾക്ക് കൈയഴിഞ്ഞു കൊടുക്കാത്ത ആ പിശുക്കന്മാർക്ക് നീ തലഫൻ, സമ്പത്തിൽ നാശവും കുറവും വരുത്തണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ജീവിതത്തിന്റെ പച്ചയായ അനുഭവം നോക്ക്. പിശുക്കന്മാര് ഒരിക്കലും രക്ഷപ്പെട്ടു പോയതായി നമ്മൾ കാണുന്നില്ല, വലിയ സമ്പന്നന്മാരായി ബാക്കി വന്നതായി കാണുന്നില്ല. ധർമ്മം കൊടുത്തവര് ഒക്കെ മെലിഞ്ഞുപോയി, ഓലക്കല്ലാതെയായി. പിശുക്ക് കാണിച്ചവർക്ക് കൂടുതൽ നേടാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിന്റെ ഒരു അനുഭവമല്ല, മറുവശമാണ് അനുഭവം. അതുകൊണ്ട് ദാനധർമ്മമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു പ്രത്യേകത ഈ അവസാനത്തെ പത്തിൽ. മറ്റൊന്നുള്ളത് ഈ പ്രാർത്ഥന, എത്തിക്കാഫ്, ദാനധർമ്മങ്ങൾ, ഖുർആനുമായുള്ള ബന്ധം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ റമദാനിലും ഓരോ വട്ടം ഖുർആൻ ഖത്തം തീർത്തു കൊടുത്തിരുന്നു. ഇറങ്ങിയിടത്തോളം ആയത്തുകൾ ഓരോ വട്ടവും ഓതി കേൾപ്പിക്കുകയും ഓദിക്കുകയും ചെയ്തിരുന്നു എന്ന് അവിടുത്തെ ഹദീസിൽ കാണാം. നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ മൻ അറാദ ശഫീഅൻ ഫൽ ഖുർആൻ യക്ഫി, ആർക്കെങ്കിലും ഒരു ശിപാർശകൻ വേണോ പരലോകത്ത്, വേറെ ആരെയും കിട്ടുകയില്ല ഖുർആനെ അല്ലാതെ. അൽ ഖുർആൻ യുശഫ്യഉ ലി അഹ്ലിഹി, ഖുർആൻ അത് ഓതി അത് മനഃപ്പാടമാക്കുന്നവർക്കും അതിന്റെ ആശയം ഗ്രഹിക്കുന്നവർക്കും ശഫാഅത്ത് നൽകും. സഹോദരങ്ങളെ, ഈ ഒരു മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഖുർആൻ ഇറങ്ങി, ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അതിലുണ്ട്, അതൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ഖുർആൻ ഒരു ആവർത്തി അതിന്റെ ആശയമനുസരിച്ച് വായിച്ച് പഠിക്കാൻ ഒരു സമയം കണ്ടെത്താത്ത ആളുകൾ എത്രമാത്രം കുറ്റമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠനം എങ്ങനെയെങ്കിലും, അതൊരു ഖുർആൻ ക്ലാസ്സിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലോ ഖുർആൻ പഠനം
മരണം വരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വയസ്സ് വരെ, അവസാനത്തെ വയസ്സ് വരെ ഖുർആൻ പഠനം ജീവിതത്തിന്റെ തപസ്യയാക്കി മാറ്റിയിരുന്നു. നമ്മളൊക്കെ ഖുർആൻ ക്ലാസ്സിൽ പോവുക, ഖുർആൻ ഒന്ന് പഠിക്കുക, അതിനൊന്ന് ഒരാഴ്ചയിലെങ്കിലും ഒരിക്കൽ ഒരായത്ത് പഠിക്കുക, ഒരായത്തിന്റെ അർത്ഥം പഠിക്കുക, അതൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതൊന്നും ഒരു പണി, നമുക്കൊന്നും ഒഴിവില്ലാത്തവരുടെ പണിയാണ്, ഒരു പണിയില്ലാത്തവരുടെ ജോലിയാണ്. ഒഴിവില്ലാത്ത നമുക്ക് എന്തിനാണ് ഒഴിവില്ലാതിരിക്കുന്നത്? വെറുതെ അങ്ങാടിയിൽ നടക്കാൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ. അത് പാടില്ല. ഖുർആനുമായുള്ള ബന്ധം നമ്മൾ പുലർത്തണം. എന്നിങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ടും നല്ല ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പള്ളിയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടും കൂടുതൽ അള്ളാഹുവിനോട് മാപ്പിരുന്നുകൊണ്ടും പ്രാർത്ഥനാ നിരതമായി നമ്മൾ ഈ നല്ല മാസത്തെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഈ മാസത്തിന്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, വിശ്വാസികളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന നിയ്യത്തോടുകൂടി ജീവിതത്തെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലാഹു തആല അടിമകളോട് വിളിച്ചു പറയുന്നതായി ഒരു ഖുദ്സിയായ ഹദീസിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുക്കും, നിങ്ങൾ ചെയ്ത അമലുകളെ നിങ്ങൾക്കറിയുമല്ലോ, അത് നിങ്ങൾക്കുള്ളതാണ്. വഹസ്സിഹാ ലക്കും, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞതാണെങ്കിലും, ഒരു അല്ലാഹ് വിളിച്ചിട്ടുണ്ടെങ്കിലും, വഹസ്സിഹാ ലക്കും, ആ അമലുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ അമലുകൾ അഥവാ നിങ്ങൾ ചെയ്തത് തിന്മയാണെങ്കിൽ, അശ്രദ്ധയായിട്ടാണ് ജീവിച്ചതെങ്കിൽ, ആ ചെറിയ തിന്മകളും ഞാൻ നിങ്ങളുടെ രേഖയിൽ രേഖപ്പെടുത്തും. എന്റെ മലക്കുകൾ അത് ക്ലിപ്തപ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണ് കണ്ടതെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നല്ലത് ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ആ റമദാനിൽ സൽക്കർമ്മങ്ങളോടുകൂടി കഴിച്ചു കൂട്ടാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ഒരു മനുഷ്യനോട് നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തിന് മനസമാധാനം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന ഒരു സമാധാനത്തിൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കാണുന്നത് ചീത്തയായ നരകമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണെങ്കിൽ, അതിന്റെ കുറ്റം മറ്റാരുമല്ല, അവൻ തന്നെയാണ്. അവനെയല്ലാതെ വേറെ ആരെയും അവൻ കുറ്റം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ വചനം. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദിവസം വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കുക. നാളെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന ഖുർആൻ വചനം നമ്മൾ പ്രത്യേകമായി കാണുക. ഈ റമദാൻ എല്ലാ അർത്ഥത്തിലും പശ്ചാത്തപിച്ച് മടങ്ങി നന്മ ചെയ്ത് ഇതിനെ തിരിച്ചയക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് രോഗികളായ ആളുകളും മറ്റും കഷ്ടപ്പാടുള്ള മനുഷ്യന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും, ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നവരുടെ രോഗങ്ങളും, അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകളും കുടുംബ പ്രയാസങ്ങളും ഉള്ളവർക്കെല്ലാം അല്ലാഹു തആല ഈ പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകിക്കൊണ്ട് അവരെ എല്ലാം അല്ലാഹു സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ആക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾ, അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവർക്കൊക്കെ നമ്മൾ മരിച്ചുപോയ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരെ എല്ലാം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ സഹോദരങ്ങളെ. അതുപോലെ ദാനധർമ്മങ്ങൾ, പാവപ്പെട്ട ആളുകളെ കണ്ടറിഞ്ഞ് അവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാൻ നമ്മൾ കൈ അയഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പള്ളിയുടെ പിന്നെ അതിൻ്റെ പരിചരണത്തിനും അതിൻ്റെ ചെലവിലേക്കും വേണ്ടി എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ കഴിയുന്ന സംഭാവനകൾ നൽകിയും വരിസംഖ്യകൾ ചേർത്തും ഈ അള്ളാഹുവിൻ്റെ വീടിനെ നിലനിർത്താൻ നിങ്ങളെ കൂടി സഹായമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്തേക്ക് യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ മരിച്ചു പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.